ഹായ്, ഇന്ന് നമ്മൾ വീണ്ടും കാണാൻ പോകുന്ന ഒരു ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ്. ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കും, അപ്പം ഡ്രസ്സൊക്കെ വാഷ് ചെയ്താലൊന്ന് ഉണങ്ങുന്നതാണ് ഇപ്പോൾ എല്ലാവരുടെയും മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ. അപ്പം ഇങ്ങനെയുള്ള ഡ്രസ്സസ് നമുക്ക് ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് ജോർജറ്റ് ഫാബ്രിക് ആണ്. സോ നിങ്ങൾക്കറിയാം ജോർജറ്റ് നമ്മൾ വാഷ് ചെയ്താൽ പെട്ടെന്ന് ഇപ്പം മെഷീൻ വാഷ് ഒക്കെ ചെയ്യുവാണ്, അതിൽ തന്നെ ഓൾറെഡി ഡ്രൈ ആയി വരാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതിൽ സെമി ഡ്രൈ ആണെങ്കിൽ പോലും ഇത് ജസ്റ്റ് ഒന്ന് ഫാനിന് മുന്നിലിട്ടാൽ പെട്ടെന്ന് ഉണങ്ങി വരും. അപ്പോൾ ആ ഒരു പ്രശ്നം തീരും. അതിന് വളരെ റേഞ്ച് വൈസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ജോർജറ്റിൽ തന്നെ. 799 799 റേഞ്ചിൽ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിൽ കൊണ്ടുവന്നേക്കുന്ന ഒരു ഐറ്റമാണ്. എല്ലാം ബേസ് നമ്മളിതിൽ ബ്ലാക്ക് ആയിട്ടാണ് കൊണ്ടുവന്നേക്കുക. സോ അപ്പോൾ ഇച്ചിരി ചെളി പറ്റിയാലും കുഴപ്പമൊന്നുമില്ല, മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാ ദിവസവും വാഷ് ചെയ്യാതെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ റെഡ് വരുന്നുണ്ട്, ഒരു കൈൻഡ് ഓഫ് യെല്ലോ ബേസ് ആയിട്ടുള്ള കളറുണ്ട്, പിന്നെ ഒരു കൈൻഡ് ഓഫ് ബാൻഡ് ഓറഞ്ച് ഉണ്ട്, പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഒരു പിങ്കിൻ്റെ ബേസ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കളറിൻ്റെ ലുക്ക് ഇതുപോലെയാണ്, ഫുൾ പ്രിൻറ്റഡ് ആയിട്ടാട്ടോ വരുന്നത്. ഡയമണ്ട് ബോർഡർ ഉണ്ട്, സ്ലീവ്സിന് ബോർഡർ ചെയ്തിട്ടുണ്ട്, സ്ലീവ്സിൽ വർക്ക് വരുന്നുണ്ട്, യോക്കിൽ വർക്ക്, ദുപ്പട്ടയിൽ വർക്ക് ആൻഡ് ബാക്ക് പാനലിലും വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അടുത്ത കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഒരു കൈൻഡ് ഓഫ് റെഡ് പോലെ ഇരിക്കുന്ന നമ്മുടെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ഇതിൽ പോയേക്കുക. അതിൽ കണ്ടില്ലേ, ഡയമണ്ട് ബോർഡർ ഉണ്ട്, സ്ലീവ്സ് പോർഷൻ ചെയ്തിട്ടുണ്ട്, പിന്നെ ബാക്കിലും പ്രിന്റഡ് വിത്ത് ബോർഡർ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും എല്ലാം ഒരേപോലെ തന്നെയാണ്. നല്ലൊരു ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാറ്റലോഗാണ് കേട്ടോ ഇത്. ആണ് വരും. ആൻഡ് ഇതാണ് എൻ്റെ ദുപ്പട്ട വരുന്നത്. ഇത് വേണമെങ്കിൽ ഇപ്പോഴത്തെ മോഡൽ അനുസരിച്ച് നമ്മളിപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ചോദിച്ചാൽ ഈ യോക്കിൻ്റെ ഇത്രയും പോർഷൻസ് മാത്രം ലൈനിങ് കൊടുക്കും, ബാക്കി പ്ലെയിൻ ആക്കും. ലൂസ് ആയിട്ടുള്ള ഒരു ബോട്ടം പെയർ ഉണ്ട്. അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നല്ല ഐറ്റമാണ്, ബ്ലാക്ക് ആയതുകൊണ്ട്. ഇതാണ് എൻ്റെ കോമ്പിനേഷൻ. ദുപ്പട്ട സെയിം ബ്ലാക്ക് വിത്ത് റെഡ് കോമ്പിനേഷൻസിൽ പാറ്റിക് പ്രിന്റഡ് ആണ്, ബോട്ട് ആൻഡ് ഇന്നർ ഉണ്ട്. സോ അടുത്ത കോമ്പിനേഷൻ നല്ല ഈ ബ്ലാക്കിൻ്റെ കൂടെ ആയതുകൊണ്ട് ഈ ഒരു കോമ്പിനേഷനും നല്ല ലുക്കാണ് കേട്ടോ. നോർമൽ യെല്ലോ അല്ല ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് ഒരു ഐ ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഗോൾഡൻ യെല്ലോ കോമ്പിനേഷനാണ് ഇതിൽ പോയിരിക്കുന്നത്. ബേസ് എല്ലാത്തിലും ബ്ലാക്ക്. ഇതാണ് ദുപ്പട്ട. ഇതിൽ നമുക്ക് ദുപ്പട്ട വേണമെങ്കിൽ യൂസ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. ഇങ്ങനെ ടോപ്പായിട്ട് വേണമെങ്കിൽ കുർത്തി മോഡലൊക്കെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. ആണ് എൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. ടോപ്പ് ദുപ്പട്ട ജോർജറ്റ് ഫാബ്രിക് വിത്ത് ബോട്ടം ആൻഡ് ഇന്നർ ഫ്രൈഡ് ഫാബ്രിക്. 799 ആണ്, 799 പ്രൈസ്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത്. എല്ലാം ബേസ് ബ്ലാക്ക് ആണ്. ഇത് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ളൊരു പാൻറ് ഓറഞ്ചിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് യൂസ് ചെയ്തേക്കുന്നത്. എല്ലാ കളേഴ്സും കുറച്ചുകൂടെ ഹൈലൈറ്റഡ് ആകും. ബേസ് ബ്ലാക്ക് യൂസ് ചെയ്തേക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ ഇതിൽ ബോട്ടം ആൻഡ് ഇന്നറും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കും ബോട്ടം തയ്ക്കേണ്ട ആവശ്യം വരില്ല. എല്ലാവരുടെയും എങ്ങനെ പോലും ഇനി ഏത് കളർ ഇല്ലെങ്കിലും ബ്ലാക്കിൻ്റെ ഒരു ബോട്ടം പോലും ഇല്ലാത്ത ആരും കാണില്ല. അപ്പം അത് വെച്ച് നമുക്ക് പെയർ ചെയ്താൽ ബോട്ടം സ്റ്റിച്ച് ചെയ്യേണ്ട, ജസ്റ്റ് സിമ്പിൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇതാണ് എൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് കൂടുതൽ എല്ലാവർക്കും ജോർജറ്റ് കളക്ഷൻസ് ഒക്കെ വേണം. അപ്പം ഒത്തിരി പേര് ജോർജറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇനി മാക്സിമം ഇടയ്ക്കൊക്കെ ജോർജറ്റ് ആയിരിക്കും ഡ്രൈ ചെയ്യാനും പിന്നെ ഇടാനും ഒക്കെ കംഫർട്ടബിൾ ജോർജറ്റ് ആണല്ലോ. ചൂടൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് വന്നേക്കുക. താങ്ക് യു.